നീ തിരയുന്നത് മുഴുവൻ ഈ ഫോട്ടോഗ്രാഫിന് വേണ്ടിയല്ലേ? അറിയാം, എനിക്കെല്ലാം അറിയാം. ഞാനും എന്റെ മോളും പിന്നൊരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഇതെവിടെ പോയി? ഇനി പപ്പ എങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ ബാഗിൽ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ അതെവിടെ പോയി? നീ ഈ രാത്രിയിൽ ആരെയാ ഫോൺ ചെയ്യാൻ ശ്രമിച്ചത്? മദർ മാർഗരറ്റിന് അല്ലേ? എന്നിട്ട് കിട്ടിയില്ല അല്ലേ? പപ്പ എന്നെ ശരിക്കും ഉപദ്രവിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കല്ലേ? അല്ല മോളെ, ഇപ്പൊ പപ്പ വന്നതേ എന്റെ മോളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി. നീ തിരയുന്നത് മുഴുവൻ ഈ ഫോട്ടോഗ്രാഫിന് വേണ്ടിയല്ലേ? ഇനിയും പറയാൻ തുടങ്ങിയാണോ നിനക്കിവരെ അറിയില്ലെന്ന്? ഇത് നീ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഫോട്ടോയാണ്. ഇവരെ രണ്ടാളും നിനക്കറിയില്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം പിന്നെ നീ എന്നത്തിനാ സൂക്ഷിച്ചേ? എന്താ മോളെ, നിനക്ക് പറയാൻ സമയമുണ്ട്. നിനക്കിവരെ അറിയാം. ഇത് നീ ഇത്രയും കാലം ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഫോട്ടോയാണ്. ഇവരെ രണ്ടാളെയും നിനക്കറിയില്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം പിന്നെ നീ എന്നാത്തിനാ സൂക്ഷിച്ചേ? പറയാതെ ഞാൻ വിടില്ല. കുട്ടി മാറി നിൽക്ക്. മോളി നിന്നോട് മാറി നിൽക്കാനാ പറഞ്ഞത്. പല പ്രാവശ്യം ഞാൻ എണ്ണി ഇവളോട് ചോദിച്ചതാണ്. പഠിച്ച കള്ളിയാണ് ഇവള്. ഇവൾ പറഞ്ഞതെല്ലാം ഇതുവരെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ആ നമ്മളോടാണ് ഇവൾ നിൽക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ? ഇല്ല മോളി, ഇല്ല മോളി, എനിക്കറിയണം എല്ലാ രഹസ്യങ്ങളും. ഇന്ന് ഈ നിമിഷം ഇവിടെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം. എന്റെ മോളെ എന്തെങ്കിലും അറിയാമെങ്കിൽ നീ അങ്ങ് പറഞ്ഞേക്കടേ. അറിയാം, എനിക്കെല്ലാം അറിയാം. എല്ലാം. രേണുക മരിച്ചോ? ജീവിച്ചിരിപ്പുണ്ടോ?
എന്നൊന്നും എനിക്കറിയില്ല. കടപ്പുറത്ത് വന്നടിഞ്ഞ അജ്ഞാത ജഡം രേണുകയുടേതായിരുന്നു എന്ന് പറയാനും കഴിയില്ല. പക്ഷെ രേണുക പ്രസവിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. ആ കുഞ്ഞ് തന്നെയാണ് സ്നേഹ. ഹോസ്പിറ്റലിൽ വെച്ച് രേണുകയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ആ ഫോട്ടോ. എന്റെ സ്നേഹമോളുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ. എല്ലാം എനിക്ക് ഒളിക്കേണ്ടി വന്നു. ഇത്രയും നാളും എല്ലാവരിൽ നിന്നും എനിക്ക് മറച്ചു വെക്കേണ്ടി വന്നു. എന്റെ കുഞ്ഞിന് വേണ്ടി, എന്റെ സ്നേഹമോൾക്ക് വേണ്ടി. ഇവളില്ലാതെ എനിക്ക് പറ്റില്ല. ഇവളില്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ചോരമണം പോലും മാറുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയതാ ഇവളെ. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് പറ്റില്ല മമ്മി. എന്റെ മോളില്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല മമ്മി. നിനക്കിത് ആദ്യമേ ഞങ്ങളോട് പറയായിരുന്നില്ലേ? അയാളെ ഇവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ ആകെ തകർന്നു പോയി. അയാൾ ഉപേക്ഷിച്ചതല്ലേ? രേണുക അയാൾ തള്ളിക്കളഞ്ഞതല്ലേ? പിന്നെ അയാൾക്ക് ഈ കുഞ്ഞിന്റെ മേൽ എന്ത് അവകാശമുള്ളത്? ഇല്ല, അയാൾക്കതിന് യാതൊരു അവകാശവും ഇല്ല. കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല. എന്റെ മോളെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത് പുറത്ത് പറഞ്ഞ, നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞ, ഇത് കണ്ടോ, ഞാനും എന്റെ മോളും പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അതുറപ്പാ. ഞങ്ങള് പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോള് നമ്മുടെ മോക്ക് ഒന്നും സംഭവിക്കില്ല മോളിക്കുട്ടി. സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ. ഞാനല്ലേ പറയുന്നത്. ചെല്ല് മോളിക്കുട്ടി. ഇത് കണ്ടോ, ഞാനും എന്റെ മോളും പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അതുറപ്പാ.
ഞാനിപ്പോ അതിലും വലിയൊരു കൺഫ്യൂഷനിലാണ് സാർ. ആ എന്നതാടോ ഇത്? താനിതുവരെ ഇതൊന്നും കളഞ്ഞില്ലേ? ഈ നേരത്തെ ഇതും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നേ? ഇത് ഞാൻ സൂക്ഷിച്ചിരുന്നൊന്നും അല്ല സാർ. പിന്നെ രേണുകയുടെ കൈ മാത്രമേ എന്റെ കോപ്പി ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, പിന്നെ ഇതിപ്പോ തനിക്ക് എവിടുന്ന് കിട്ടി? നമ്മുടെ ആ പീലിപ്പോസിന്റെ കയ്യിൽ നിന്നാണ്. പീലിപ്പോസിന്റെ കയ്യിൽ നിന്നോ? ആ, അവന്റെ കയ്യിൽ ഈ ഫോട്ടോ എവിടുന്ന് കിട്ടി? എന്താ അവനിത് എവിടുന്ന് കിട്ടിയെന്നാ പറഞ്ഞത്? ക്ലാരയുടെ റൂമിൽ നിന്ന്. ക്ലാരയുടെ റൂമിൽ നിന്നോ? ആ, താൻ എന്താടോ ഈ പറയുന്നേ? അതെ സാർ, അയാൾ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ വരാൻ ഞാനും അതാണ് സാർ ആലോചിക്കുന്നത്. ഞാന് ക്ലാരയോടൊന്ന് സംസാരിച്ചാലോ? അത് വേണ്ട, വരട്ടെ. തൽക്കാലമേ ഈ ഫോട്ടോ എന്റെ കയ്യിലിരിക്കുന്നോണ്ട് എനിക്ക് വിരോധമുണ്ടോ? പേടിക്കണ്ടടോ, എന്നെ തനിക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല സാർ, ഇറ്റ്സ് ഓക്കെ.